വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. നമ്മുടെ അവിടെ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആയില്ലേ, മഴയൊക്കെ കിട്ടി, ഒരുവിധം തണുത്ത് തുടങ്ങി. ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്കുവിന്റെ സ്കൂള് വെക്കേഷനൊക്കെയാണ്. ഇവിടെ രാത്രി 8 മണി വരെയും വെളിച്ചം കാണും, രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ നേരവും വെളുക്കും. അപ്പൊ അതെ, നമ്മുടെ നേരം വെളുത്തു, പാലൊക്കെ കാച്ചി. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ ടൗൺഷിപ്പിൽ ബേക്കിംഗ് തുടങ്ങിയ കാര്യം ഞാൻ കഴിഞ്ഞ 2 ബ്ലോഗ്സിലായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അവിടുന്ന് ബണ്ണ് ബേക്ക് ചെയ്തതെന്ന് കേട്ടോ. ഇത് ആട്ടാ ബണ്ണാണ്, പ്യോർ ആട്ടയിൽ. എന്ത് രസമായിട്ട് അവർ ഉണ്ടാക്കിയേക്കുന്നതെന്നറിയാമോ? ഇതിപ്പോൾ 6 പീസാണ്. ഇവരിവിടെ പാവബണ്ണെന്നാ പറയുന്നത് കേട്ടോ. 60 രൂപയാണ് 6 പീസസ്. അപ്പം ഞാൻ വാങ്ങിച്ചു, നല്ല പഞ്ഞു പോലെ ഉണ്ടായിരുന്നേ. ശരിക്കും ഈ ബേക്കിംഗ് ഇപ്പൊ തുടങ്ങിയ പുള്ളിക്കാരി നേരത്തെ നോർമൽ ഫുഡായിരുന്നു. പുള്ളിക്കാരിയുടെ ഒരു പാഷനാണേ. അത്ര കഷ്ടപ്പെട്ടാണ്, ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം 6 പീസസിന് നമുക്ക് 60 രൂപയ്ക്ക് അവർ തരുന്നത്. ഞാൻ നമ്മുടെ വറ്റൽമുളക്, കുരുമുളക്, ജീരകം, പെരിഞ്ചീരകം ഇതൊക്കെ ഒന്ന് അനത്തിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാലേ നമുക്ക് ഇന്ന് ആം ചട്നി ഉണ്ടാക്കാം ഇവിടുത്തുകാരുടെ കേട്ടോ. പച്ചമാങ്ങ കൊണ്ട്. ഈ പച്ചമാങ്ങ ശരിക്കും നമ്മുടെ ശരീരത്തിന് തണുപ്പാണ്. ഈ സമയത്ത് ഇവർ കുറെ ചട്നിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പറാഠയുടെ കൂടെ ഒക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ പച്ചമാങ്ങ കഴുകി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ടിട്ട് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ശർക്കരപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തിന് വെള്ളം ഒന്നും ഒഴിക്കണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങ് ചെറിയ തീയിലൊന്ന് ലൂസാക്കി എടുക്കാം. അത് ശർക്കരപ്പൊടി ഉള്ളതുകൊണ്ട് ഉരുകും കേട്ടോ. എന്നിട്ട് അങ്ങ് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വേഗം മാങ്ങയുടെ ആ ഒരു ഇത് പച്ചക്കുത്തങ്ങ് മാറണം. 2 കഷ്ണം ഗ്രാമ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ച ആ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇതിനി വീണ്ടും കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് മതി, ഒന്ന് അടച്ചിട്ട് തുറന്ന് നോക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇവിടുത്തുകാരുടെ ആം ചട്നി കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. പുളി മധുരമൊക്കെ ഉണ്ടല്ലോ. ഇത് ശരിക്കും പറാഠയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന. നന്നായിട്ട് തണുത്തിട്ട് അടച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയോളം ഇങ്ങനെ ഇരിക്കും. നമ്മൾ ശർക്കര ഇട്ടുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കേടാകത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെക്കരുത്. അപ്പോൾ അതേ സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വാങ്ങിച്ചത് പറാഠയാണ്. അതും നമ്മൾ ഈ ബേക്ക് ചെയ്ത് വാങ്ങുന്ന നമ്മൾ വാങ്ങിച്ചില്ലേ ഇപ്പോൾ, ആ പുള്ളിക്കാരുടെ തന്നെ പറഞ്ഞിട്ട് ആലു പറാഠ, ആലു പ്യാജ് പറാഠ എന്ന് പറഞ്ഞ ഉള്ളിയും. കാരണം നമ്മളെക്കാട്ടി അവരുടെ അതാണ് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പം ഞാൻ 6 എണ്ണം വലുതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരി നല്ലൊരു കഴിവുള്ള പാചകത്തിൽ. എന്തായാലും അതേ സെറ്റായി. ഞാൻ കുറച്ച് തൈരും എടുത്തു വെച്ചിട്ടുണ്ട്. തൈരും ഈ ആം ചട്നിയും പറാട്ടയും മതി. അതുകൂടാതെ ഞാൻ കുറച്ച് പഞ്ചാബി ചോലെ സ്റ്റൈലിൽ കുറച്ച് വെള്ളക്കടലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിക്കാന്ന് വെച്ചു. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പം അതിൻ്റെ പുറത്ത് ഒഴിക്കുന്നതൊന്നുമില്ല. ഞാൻ വെറുതെ ആം ചട്നി എടുത്തിട്ട് നമ്മുടെ പറാട്ടയുടെ കൂടെ വെച്ചിട്ട് ആദ്യം കഴിക്കാം, പിന്നെ തൈരും കൂട്ടി കഴിക്കാം, പിന്നെ നമ്മുടെ ചോലയും കൂട്ടി കഴിക്കാം. ഇതായിരുന്നു ചോല കേട്ടോ. ശരിക്കും ഇത് തലേദിവസം വെച്ചതാണ് ഞാൻ, സത്യം പറഞ്ഞാൽ. അത് ബാക്കി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി. അതും കൂടെ ഒരു കോമ്പിനേഷൻ ആണല്ലോ. ഞാൻ ആദ്യം ആ ചോലയൊന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ കൊണ്ടുപോയി കഴിച്ചിട്ട് വേണമെങ്കിലേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ചൂട് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ചൂടിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ പാൻറ്റലൂൺസിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂട് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ കതവ് ഫ്രണ്ടിൽ തുറക്കുമ്പോൾ തന്നെ ചൂട് മുഖത്തോട്ടടിക്കുക. തീയുടെ കീഴിൽ പോയി നിൽക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പാണ്. തുണിയൊക്കെ ഇങ്ങനെ വിരിക്കുക, അങ്ങനെ എടുത്താത്തിടുക. 10 മിനിറ്റ് കൊണ്ട് നല്ല വടി പോലെ ഉണങ്ങി കിട്ടും. പുറവശത്ത് കണ്ടോ വെയിൽ, ഇങ്ങനത്തെ തന്നെ വെയിലാണ്. ഇത് പടിഞ്ഞാറ് വശമാണ്. ഇതൊരു 7 മണി വരെ നല്ല വെളിച്ചം കാണും. 8 മണിയാകുമ്പോഴേ സൂര്യൻ അസ്തമിച്ച് തുടങ്ങത്തുള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും നമ്മുടെ വെളിച്ചം പോയി തുടങ്ങുന്നത് കേട്ടോ. പിന്നെ വെളുപ്പാൻ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചം നമുക്ക് റൂമിൽ അറിയാൻ പറ്റും, കർട്ടൻ്റെ ഇടയിൽ കൂടെ. ഈ സമയത്ത് ഗുൽമോഹർ പൂക്കളൊക്കെ കുറയും. അതിന് വെള്ളമൊന്നും വേണ്ടെന്ന് തോന്നുന്നു, നിറച്ച് പിടിച്ചിരിക്കുക, നല്ല ഭംഗിയാണ്. പിന്നെ കൊന്നപ്പൂവും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കൊന്നപ്പൂ. ഞാനൊരു ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ട് അതും എടുത്തിട്ട് കേട്ടോ, നമ്മുടെ ഗുൽമോഹറും കൊന്നയൊക്കെ. ഇന്ന് ഞാനൊരു എഗ്ലെസ് കേക്ക് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എപ്പോഴും മുട്ടയുള്ളതല്ലേ. അപ്പം ഇതാണ് നമ്മുടെ അളവ് കപ്പ്. അതിലേക്ക് ഞാനതേ 1/4, അതായത് 1 കപ്പ് ഫുള്ളില്ല, പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തൈരാ ചേർക്കുന്നത് കേട്ടോ. വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈര, ഞാൻ ഉറച്ച തൈര. പെട്ടെന്ന് തന്നെ രാവിലെ ഉറച്ചിട്ടെടുത്തതാണ് കേക്കിന് വേണ്ടി. അപ്പോൾ അത് നമ്മുടെ ഈ പഞ്ചസാര പൊടിയിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് അലിച്ചെടുക്കാം. ഈ സ്പൂൺ പോരാ, അപ്പം ഞാൻ വലിയ സ്പൂൺ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അടിച്ച് നല്ല രീതിയിൽ അങ്ങ് അലിയിച്ച്. മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ, കൈ വെച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ഒരുവിധം അലിഞ്ഞ് കിട്ടും. നമ്മൾ പൊടിച്ച പഞ്ചസാരയല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയില്ലാത്തതുകൊണ്ട് ഒരുപാട് വാനില എസൻസ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. അതൊരു 1/2 കപ്പ് അത്രയും മതി, കാരണം തൈരിൽ ഒരു മയം ഉണ്ടല്ലോ. അപ്പം ഞാൻ 1/2 കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മൈദ ഞാനിതേ പഞ്ചസാര എടുത്ത അളവിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡർ, എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ബ്രൗണി, അങ്ങനെ ഒരു ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഹോം മെയ്ഡ്.
പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നുണ്ട്, കാരണം നമ്മൾ മുട്ട ചേർക്കാത്തതുകൊണ്ട് ഇത് ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇടഞ്ഞ് എണ്ണത്തൊട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കട്ടിയായിട്ട് വരികയാണെങ്കിൽ കുറച്ച് പാലിൻ്റെ ആ പാടഭാഗമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാല് കാച്ചി വെച്ചതിൻ്റെ മുകളിലുള്ള മഞ്ഞ കളറിൽ പാടയുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. മുട്ടയൊന്നും വേണ്ട, പെട്ടെന്ന് കഴുകി വെക്കാനും പാത്രമൊക്കെ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ലല്ലോ. അപ്പം എഗ്ലെസ് കേക്ക് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. എനിക്ക് പക്ഷേ എഗ്ഗ് ഉള്ള കേക്കാണ് കൂടുതലും ഇഷ്ടം, എങ്കിലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സംഭവം ഒരു ബ്രൗണി ടൈപ്പിൽ ഞാൻ നമ്മുടെ പാത്രത്തിലോട്ട് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ട് ബ്രെഡ് ടൈപ്പിലൊരു ടിന്നാട്ടോ. അതൊന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് മുഴുവൻ പോയി നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതിനാ. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വേഗം നോർമൽ നമ്മുടെ മുട്ട കേക്കിനെക്കാട്ടും കാരണം ഉണ്ട് ഇതിന്. എന്താ വെച്ചാലേ ഈ മുട്ട പെട്ടെന്ന് ബൈൻഡ് ആവും, ഇത് ഇച്ചിരി തൈരായതുകൊണ്ട് ബൈൻഡ് ആവത്തില്ല. അപ്പം ഞാനൊരു 30 മിനിറ്റ്സിന്റെ കേക്ക് ഞാനൊരു 40 മിനിറ്റ്സ്, നമ്മുടെ കുറേ കുഞ്ഞു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 40-50 നിങ്ങളുടെ മൈക്രോവേവിൻ്റെ അതനുസരിച്ച് കേട്ടോ. ഞാൻ 150 ഡിഗ്രിയിലാണ് എൻ്റെ ഒരു ചൂടെന്ന് പറയുന്നത്. ഇതേ ഇടിച്ച് മുകളിലൊക്കെ ഇങ്ങനെ വെടിച്ച് കീറി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ വെന്തെന്നാണ്. വേണമെങ്കിൽ ഒന്ന് കുത്തി നോക്കാം താഴോട്ട്. ഇനി സിമ്പിളാണ്, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. നല്ല മണവും കാര്യങ്ങളും ഒക്കെ പീസ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കേക്കിൻ്റെയൊക്കെ റെസിപ്പി ബേക്കിംഗ് എന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ബേക്കിങ്ങിൻ്റെ അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് നമ്മുടെ ചൂടിൻ്റെ തുണികൾ വാങ്ങിയെന്ന്. ഞാൻ മെയിൻലി പാൻസ് ആണ്. പുറത്ത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ പാൻ ടൈപ്പാണ് ഞാൻ കൂടുതൽ, ഒരു പല്ലാസോ ടൈപ്പ് ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഇടാമല്ലോ. നല്ല പ്യോർ കോട്ടൺ പാൻറ്റലൂൺസിൻ്റെ കേട്ടോ. പാൻറ്റലൂൺസിൻ്റെ നല്ല ഒരുവിധം നല്ല സമ്മർ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇത് സിഗരറ്റ് പാൻ ടൈപ്പാണ്. ഇതുപോലത്തെ ഒരു ടോപ്പ് ഞാൻ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ മാച്ചിങ് ആവും, ഇതേ ഒരു ഡിസൈനൊക്കെ തന്നെ എന്ന് വെച്ചിട്ട് ഞാനത് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കേട്ടോ. ഇത് സിഗരറ്റ് പാൻ ടൈപ്പാണ്, 2 ഞാൻ വാങ്ങിച്ചത്. കാരണം നമ്മൾ ഈ സമയത്ത് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കോട്ടൺ ഏറ്റവും ജീൻസിനെയൊക്കെ കട്ടിങ് കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സമ്മർ ഫ്രൂട്ട്സിൽ ഇത് പെടും, ലിച്ചിപ്പഴവ. നമ്മുടെ നാട്ടിൽ റംബൂട്ടാനില്ലേ, ആ റംബൂട്ടാൻ്റെ മുകളിൽ രോമങ്ങളുണ്ട്, ഇതിനകത്ത് രോമം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ റംബൂട്ടാനെ കുറച്ചും ഫ്ലേവർ ഉണ്ട് കേട്ടോ. ലിച്ചിക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതാണ്. സെയിം ഫ്ലഷ് തന്നെയാണ്, ഇലയൊക്കെ കണ്ടോ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. ആ മുകളിലുള്ള രോമം ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ 1/2 കിലോ ആയതിപ്പോൾ വാങ്ങിച്ചു, 1 കിലോ 200 രൂപയായപ്പോൾ. ഇനിയിപ്പോൾ കുറഞ്ഞു വരും കുറച്ചും കൂടെ ഒക്കെ. ഇതാണ് ഫ്ലഷ്, നമ്മുടെ റംബൂട്ടാൻ പോലെ തന്നെ അല്ലേ, നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ ഇത്. ഇവിടെ ലോക്കലായിട്ട് പിടിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ വിൽക്കുന്നത് കാണാം. അതിൻ്റെ തോടൊക്കെ കണ്ടോ. പിന്നെ കുരു വിഷമാണ്, ഇത് പിള്ളേരൊക്കെ കഴിക്കാതിരിക്കാൻ നോക്കുക. കുരു ഇച്ചിരി പ്രശ്നമാണ്, അത്രേ ഉള്ളൂ, ബുദ്ധിമുട്ട് കഴിക്കാൻ. പിന്നല്ലാതെ ഇവിടെ നമ്മുടെ വാട്ടർമെലൻ, പപ്പായ ഇതൊക്കെ തന്നെയാണല്ലോ സമ്മർ ഫ്രൂട്ട്സും മാംഗോയും. അപ്പൊ പിന്നെന്താണ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.